അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു യാത്ര പോവാണ് ഊട്ടിയിലേക്ക്. ഇക്കാൻ്റെ ഫാമിലീൻ്റെ കൂടെ കേട്ടോ പോകുന്നത്. ഊട്ടിക്ക് പോകാമെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഊട്ടി നമ്മൾ കണ്ടതല്ലേ, ഈ വ്ളോഗിൽ എന്ത് കാണാനാണ്. പക്ഷെ നമ്മൾ നോർമൽ ഡേയ്സിലല്ലേ പോയിട്ടുള്ളത്. ഈ കൊറോണ ടൈമിൽ ഇപ്പോൾ കുറച്ച് ഇളവൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പോയാൽ അവിടെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ട്രിപ്പ് പൊതുവെ ഫ്ലോപ്പ് ആവലാണ് പതിവ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. കാരണം കുറേ കാലമായില്ല എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടായിരുന്നു ഇങ്ങനെ ലോങ്ങിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ 2 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എല്ലാവരും ഒരുങ്ങി വന്നപ്പോഴേക്കും 4 മണിയായി. ട്രാവലറിലാണ് കേട്ടോ പോണത്. പിന്നെ നമുക്ക് എൻട്രി പാസ് വേണത്ര ഇനി ഇങ്ങനെ ലോങ്ങിലൊക്കെ പോകുന്ന നേരം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുത്തു. ഞങ്ങൾ ഒരുങ്ങാനും സമയമെടുത്തു, അതിനും സമയമെടുത്തു. അപ്പം 4 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ. ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. പിന്നെ ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, കുട്ടി ഇടയ്ക്ക് ഇങ്ങനെയാണ്. 2 കാറിലായിട്ട് പോകാമെന്നായിരുന്നു ആദ്യം കരുതിയേ. പിന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന ജോലി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ട്രാവലർ ആക്കിയത്. പക്ഷേ ട്രാവലറിലായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുന്നേരം ഇത്രയും ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. കുറച്ച് പേര് ഉറങ്ങി, കുറച്ച് പേര് അപ്പോഴും ഛർദ്ദിക്കായിരുന്നു. അങ്ങനെ നമുക്കിനി ഊട്ടിയിലെത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതാണ് നമ്മളെ ട്രാവലർ. ഇന്നലെ അവിടെ എത്തിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് എത്തുന്ന നേരം നല്ല തണുപ്പായിരുന്നു. നമ്മൾ ജാക്കറ്റ് മാത്രമേ തിരഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുക്കാനുള്ള ഓർമ്മ പോലും എനിക്കുണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആട്ടോ. ഞാൻ പുലർച്ചെ തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ജനാലിലൂടെ പുറത്ത് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും തണുപ്പുണ്ടായിരുന്നു. സൈനു ബേബി കയ്യിൽ ഗ്ലൗസ് വരെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് വ്യൂ കാണിച്ചു തരാം. എത്രത്തോളം ക്യാമറയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇതാ ഞാനിപ്പോൾ സൂം ആക്കിയിട്ടാണ് കാണിക്കുന്നത്. അവിടെ അതൊക്കെ ഇങ്ങനെ മഞ്ഞോണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മളെ നാട്ടിൽ തന്നെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഊട്ടിയിലെ കാര്യം പറയണ്ടല്ലോ. ശരിക്കും ഈ ഒരു സീസണിൽ ഇവിടെ വരണം വിചാരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ നിന്ന റിസോർട്ട് ഞാൻ കാണിക്കാം. ഗാർഡനിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്
ദുർഗ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് വെജാണ് കയറാണ്. റെസ്റ്റോറന്റിലേക്ക് കയറാൻ അപ്പൊ എല്ലാരും സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒപ്പാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗാർഡനിലേക്ക് നടക്കുകയാണ്. മക്കളൊക്കെ ഓടിയിട്ടാണ് പോണത്. കാരണം അത്ര പോലും തിരക്കൊന്നുമില്ല, ആളുകളൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല കടകളാണ്. ആദ്യം രണ്ട് സൈഡിലായിട്ടും ജാക്കറ്റ്സും അങ്ങനെ ഓരോ കഴിക്കുന്നതായാലൊക്കെ സ്ട്രീറ്റ് ഫുഡ്സ് ആയാലും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആകെ 2-3 കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ആദ്യമൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഗേറ്റിന് മുന്നിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും റഷായിരിക്കും. കയറാനുള്ളവരുണ്ടാവും, ഇറങ്ങാനുള്ളവരുണ്ടാവും. മാത്രമല്ല ഇതുപോലെ ഓരോ സാധനം വിൽക്കാനുള്ളവരും സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ട് ഒന്നിനും കഴിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും ഫോട്ടോ എടുക്കാം, അതിന് മുന്നിൽ എത്ര നേരം വേണേലും നിൽക്കാം. അത്രയും എന്താ പറയുക, റഷ് അത്രയും കുറവാണ്. മാത്രമല്ല ചോളത്തിൻ്റെതൊക്കെ ആകെ ഒരു വണ്ടിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെ. പിന്നെ ഇക്കാകെ നമുക്ക് എല്ലാവർക്കും കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്.
അങ്ങനെ കുറേ നേരം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്ഥലം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി.
വാങ്ങിക്കട്ടോ. ഫ്രൈഡ് റൈസ് ആണോ? പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോസ് ഗാർഡൻ കാണാൻ വേണ്ടി പോയി. അവിടെ റോസൊക്കെ കുറവാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസസ് കാണാൻ പറ്റി. അവരിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
റോസ് ഗാർഡൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടത്. ഇതെനിക്ക് ക്യാമറയിൽ എത്രത്തോളം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് വീടുകൾ ഞാൻ ഇതിന് മുൻപ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം എപ്പോഴും റഷായിരിക്കും. മ്യൂസിയത്തിലൊക്കെ പോയ പോലെ വരിക്ക് നിന്ന് അങ്ങനെ പോകേണ്ട ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് മെല്ലെ പോവാം. റോസ് ഗാർഡൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ, അത് ഓപ്പൺ ആണോ എന്ന് നോക്കാമെന്ന്. ഞങ്ങളവിടെ പോയി നോക്കി, പക്ഷെ ഓപ്പൺ അല്ല. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഷൂട്ടിംഗ് പോയിന്റ് കാണാൻ വേണ്ടി വന്നു. ഈ സമയത്ത് ഇക്കാൻ്റെ ഉമ്മ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഓടുന്ന കണ്ടു കേട്ടോ ഞാൻ. അപ്പം ഞാൻ എന്താണെന്നറിയാണ്ട് ക്യാമറ പിടിച്ച് ഞാനും പിറകിൽ ഓടി. ഇക്ക അതിന് മുന്നേ ഓടി പോയിട്ടുണ്ടായിരുന്നേ. പിന്നാണ് കാര്യം മനസ്സിലായത്. ഇക്കാൻ്റെ ബ്രദർ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ വിൻഡോ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഗ്യാപ്പിൽ ഈ കാണുന്ന വ്യക്തി കയറിയിട്ട് എല്ലാ കവറും മാന്തി പൊളിച്ച് അതിന്ന് ബേക്കറി മാത്രം എടുത്തുകൊണ്ട് പോയി. എല്ലാവരും ശരിക്കും ടെൻഷനായി പോയി. കാരണം മക്കളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. മക്കളൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ കുട്ടികളെയൊന്നും ചെയ്തിട്ടില്ല. അവരെല്ലാ ബാഗും കവറൊക്കെ ഒന്ന് തുറന്നു നോക്കി എന്തിലാണ് ബേക്കറി ഉള്ളത്, എന്തിലാണ് കഴിക്കാനുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. കൊഴുങ്ങൾക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. പപ്പ അതിന് വിശക്കുന്നേരം ഇത് കൊടുത്തേ കള്ളക്ക. അപ്പൊ ഇട്ടത് ആരും അതിന്
ഭക്ഷണം കഴിക്കാൻ അമ്മർത്ത പറഞ്ഞ അത് പാവാണത്. ഊട്ടിയിൽ ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ഓപ്പൺ ആയത്. ഷൂട്ടിംഗ് പോയിന്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ ഓരോ സൈഡിൽ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ. അവിടെയൊക്കെ ലോക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.